കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എബ്രായ ലേഖനം നാം പരിശോധിക്കുമ്പോൾ സമ്മിശ്രിതത്തിൻ്റെ ഒരു പ്രശ്നമായിരുന്നു എബ്രായ വിശ്വാസികൾ അഭിമുഖീകരിച്ചിരുന്നതെന്ന് അപ്പോസ്തലനായ പൗലോസിന് തിരിച്ചറിയുവാൻ കഴിഞ്ഞു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. യഹൂദമത പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിലുള്ള രക്ഷയിൽ കടന്നു വന്നവർ യഹൂദ മതത്തിലുള്ള പഴയ നിയമ കാര്യങ്ങളുമായി ക്രിസ്തുവിലുള്ള പുതിയ കാര്യങ്ങളെ കൂട്ടിക്കലർത്തുവാൻ തുടങ്ങി. ഈ വലിയ പ്രശ്നം പൗലോസിന് കൈകാര്യം ചെയ്യേണ്ടി വന്നു. അത് ജീവനുള്ള ദൈവത്തിൻ്റെ യഥാർത്ഥ സഭയ്ക്ക് ഒരു വലിയ ഭീഷണിയായിരുന്നു. യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷയിൽ വന്ന വിശ്വാസികൾ ആയിരുന്നു സഭയിൽ ഉള്ള ഒരു നല്ല പങ്കും. അവരിൽ ഭൂരിഭാഗവും ഇരുമനസ്സുള്ളവരായിരുന്നു. അവർ തങ്ങളുടെ യഹൂദ മത ആചാരാനുഷ്ഠാനങ്ങളെ സഭകളിലേക്ക് കൊണ്ടുവന്നു. അവർ ക്രിസ്തുവിനെ സ്വന്തം ജീവിതങ്ങളിൽ സ്വീകരിച്ചവരായിരുന്നു. ക്രിസ്തുവിൻ്റെ ഉപദേശം സ്വീകരിച്ച് പ്രാദേശിക സഭയുടെ ഭാഗമായി തീർന്നിരുന്നു എങ്കിലും അവർ പഴയ നിയമപ്രമാണങ്ങളെ മുറുകെ പിടിച്ചവരായിരുന്നു. അവർ അതിനും കൂടെ വില കൽപ്പിച്ച് പിന്തുടരുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ അത് പഴയതും പുതിയതും കൂട്ടിച്ചേർത്ത മിശ്രിതമായി മാറി. അവർ യഹൂദ മതം ഉപേക്ഷിച്ച് പ്രാദേശിക സഭകളിൽ വന്ന് അതിനുശേഷവും മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ അഭ്യുദയകാംക്ഷികളായി തുടർന്നു. അതിലെന്താണ് തെറ്റുള്ളതെന്ന് അവർ വാദിക്കുവാൻ തുടങ്ങി. പഴയതും പുതിയതും കൂട്ടിച്ചേർക്കുന്ന ബാബിലോണിയൻ ആത്മാവിനെ കുറിച്ച് നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. അതൊരു മിശ്രിതത്തിൻ്റെ ആത്മാവാണ്. ദൈവവചനപ്രകാരമുള്ള സഭയുടെ പണിയെ അത് തടസ്സപ്പെടുത്തും. നമ്മുടെ ആത്മീയ വളർച്ചയെയും മുന്നേറ്റത്തെയും അത് തടയും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഈ യഹൂദ മതത്തിൽ നിന്ന് വന്ന വിശ്വാസികൾ പറഞ്ഞതിൻ്റെ സാരം ഇതായിരുന്നു: ഞങ്ങൾ യേശുവിനെ സ്വീകരിക്കാം, സ്നാനമേൽക്കുന്നതിനും ഒരു പ്രശ്നവുമില്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അന്യഭാഷകൾ സംസാരിക്കുന്നതിനും ഞങ്ങൾ ഒരുക്കമാണ്, ആത്മീയ വരങ്ങളും ഞങ്ങൾക്ക് വേണം. എന്നാൽ അതേസമയം ശബ്ബത്ത് ആചരിക്കുന്നതിൽ എന്താണ് തെറ്റ്? പരിച്ഛേദന ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ, അതും ദൈവം കൽപ്പിച്ചതല്ലേ എന്നുള്ളതായിരുന്നു അവരുടെ വാദം. യേശുക്രിസ്തുവിനെ അവർ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനമേറ്റു. അവർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷകൾ സംസാരിക്കുകയും ചെയ്തു. അവർക്ക് ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നില്ല. അതേസമയം പരിച്ഛേദന ചെയ്യണം, ശബ്ബത്ത് ആചരിക്കണം, യഹൂദനായി തുടരണം എന്നെല്ലാം അവർ ശഠിച്ചു. ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട തങ്ങൾക്ക് ഒരു നല്ല യഹൂദനായി തുടരാമല്ലോ എന്ന് അവർ വാദിച്ചു. എന്നാൽ ഗലാത്യർക്ക് ലേഖനം 3-ാം അധ്യായം 28-ാം വാക്യത്തിൽ, അതിൽ യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ എന്ന ദൈവവചനം കൊണ്ട് അവരെ ഉത്ബോധിപ്പിച്ചു. അത് ദൈവിക ഉദ്ദേശത്തിനും ചിന്തയ്ക്കും വിരുദ്ധമായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. തുടർന്ന് മുൻപേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരൂപിപ്പാനും തന്നെ എന്ന് എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 13-16 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. അതുമാത്രമല്ല, സഭ പണിയപ്പെടുന്നതിന് ഏറ്റവും വലിയ ശത്രുതയായിരുന്നു ആ ചിന്താഗതി. ഇന്ന് ഈ കാര്യങ്ങൾ ഒട്ടും തന്നെ വ്യത്യസ്തമല്ല. ഇന്ന് ക്രിസ്തുമതം അക്കാലത്തെ യഹൂദമതം പോലെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൽ അവർ വിസമ്മതിക്കുന്നില്ല. നാമമാത്രമായ ക്രൈസ്തവ പള്ളികളിൽ കൂടി സുവിശേഷത്തിനായി ഇന്ന് തുറന്നു കൊടുക്കുവാൻ തയ്യാറാകുന്നുണ്ട്. അവരിൽ ചിലർ രക്ഷ, ജലസ്നാനം, പരിശുദ്ധാത്മാഭിഷേകം ഇതിനൊന്നും വിലക്ക് കൽപ്പിക്കുന്നില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാം, അന്യഭാഷകൾ സംസാരിക്കുകയും ചെയ്യാം, വരങ്ങളും ഉപയോഗിക്കുകയും ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. എന്നാലും ദയവ് ചെയ്ത് പള്ളി വിട്ടുപോകരുത്. നിങ്ങൾക്കിവിടെ വളരെ ശക്തമായ ഒരു ഉപകരണവുമാകാം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങൾ ചെയ്തു തരാം എന്ന് അവർ വാഗ്ദാനവും ചെയ്യും. പ്രിയരെ, ഈ പ്രലോഭനങ്ങൾക്ക് ഒന്നും നാം ഇരയാകരുത്. വേറെ ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്,
എൻ്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ട് പോരുവേൻ. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു. ദൈവശബ്ദം കേട്ട് നമുക്കതിനെ അനുസരിക്കാം. നമുക്ക് ബാബിലോണിനെ വിട്ടുപോരാം. ബാബിലോണിന്റെ ആത്മാവിൽ നിന്ന് വിമുക്തരാകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.